ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഫൈഹാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചിക്കൻ മന്തിൻ്റെ റെസിപ്പിയാണ്. ഇത് 100% റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ കിട്ടുന്ന അതേ ടേസ്റ്റിലുള്ളൊരു ചിക്കൻ മന്തിയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, എല്ലാവർക്കും ഇഷ്ടമാവും. വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നമുക്ക് വീട്ടിൽ തന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ചിക്കൻ മന്തി തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഈ ഒരു റെസിപ്പി ചെയ്യുന്നത് എൻ്റെ ഹസ്ബൻഡാണ്. അപ്പോൾ ഞങ്ങളിപ്പോൾ മോളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഞങ്ങൾ രണ്ടുപേരും കൂടിയിട്ടാണ് റെസിപ്പീസൊക്കെ വീഡിയോ ഷൂട്ട് ചെയ്യാറുള്ളത്. അപ്പോൾ നമ്മുടെ ഈ ചാനൽ ഫൈഹാസ് കിച്ചൺ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിന് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ ചെയ്യുന്ന വീഡിയോസ് ഒന്നും തന്നെ മിസ്സാവില്ല. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. മന്തി ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ 1 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. അതിപ്പോൾ 4 പീസാക്കി കട്ട് ചെയ്തിട്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സെൻറ്റർ കട്ട് ചെയ്തിട്ട് 2 പോർഷനാക്കിയിട്ട് വേണമെങ്കിലും എടുക്കാം. അതുപോലെ നോൺ സ്റ്റിക്ക് പാനിൽ ഇതുപോലെ ഒന്ന് നിരത്തി വെച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ കുരുമുളകാണ് ചേർത്ത് കൊടുക്കുന്നത്. മൊത്തത്തിലുള്ള കുരുമുളകാണ്. പിന്നെ അടുത്തതായിട്ട് 1 ടീസ്പൂണ് മല്ലി, പച്ചമല്ലി അതോടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് വേണ്ടിയിട്ട് 2 ചെറിയ പീസ് പട്ട, അതുപോലെ തന്നെ 4 ഏലക്ക, 2 ഗ്രാമ്പൂ ഇത്രയൊന്ന് ആഡ് ചെയ്യാം. പിന്നെ ഒരു 1/2 ടീസ്പൂൺ അളവിൽ ക്യുമിൻ സീഡ്, ചെറിയ ജീരകം. പിന്നെ 1 ടേബിൾ സ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഒരു 1/2 ടേബിൾ സ്പൂണ് പച്ചമുളക് ചതച്ചത്. പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ട് വേണ്ടത് മാഗി ക്യൂബ്സ് ആണ്, ചിക്കൻ മാഗി ക്യൂബ്സ്. അതൊരു 3 പീസാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അത് കൈവച്ച് നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ട് വേണം നമ്മൾ ചേർക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഒരു 1.5 ടേബിൾ സ്പൂണ് ടൊമാറ്റോ സോസ് കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. പിന്നെ ആവശ്യത്തിന് പിന്നെ അടുത്തതായിട്ട് ഇതിലേക്ക് 1/2 കപ്പ് ഓയിലാണ്, സൺഫ്ലവർ ഓയിലാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതുകൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർക്കാം. അപ്പോൾ ഈ ഉപ്പ് ചേർക്കുമ്പോൾ പ്രത്യേകിച്ച് ഒന്ന് ശ്രദ്ധിക്കണം, കാരണം ഈ മാഗി ക്യൂബ്സിൽ ആവശ്യത്തിനുള്ള ഉപ്പ് ഉണ്ടാവും. അപ്പോൾ അത് മിക്സ് ചെയ്ത് നോക്കിയിട്ട് ചേർത്താലും മതി ഉപ്പ്. അപ്പോൾ ഞാനിപ്പോൾ ഇതിൽ ഒരു 1/2 ടീസ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതെനിക്ക് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. എന്നിട്ട് കൈ വെച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ആ മാഗി ക്യൂബ്സൊക്കെ നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. എന്നിട്ട് ഇതിലേക്ക് ഞാൻ കുറച്ച് കളർ കൂടെ ഒന്ന് ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഞാനിപ്പോൾ ഇതൊരു ഫോട്ടോയ്ക്ക് ഒരു ഭംഗിക്കും കൂടെ വേണ്ടിയിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. കുറച്ച് റെഡ് കളർ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. പിന്നെ ഇതിലേക്ക് ഉണക്കനാരങ്ങ, ഒരു 2 ചെറിയ ഉണക്കനാരങ്ങയാണ് ഞാൻ ചേർക്കുന്നത്. അത് ഒരു കൈ വെച്ചിട്ടൊന്ന് ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഒരു ഹോളാക്കിയിട്ട് ആഡ് ചെയ്യുക. അങ്ങനെ ആകുമ്പോൾ നല്ലൊരു ഫ്ലേവർ ഇതിൻ്റെ കിട്ടും. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് 1 മണിക്കൂർ ഇതിങ്ങനെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഈ ഒരു ടൈമിൽ നമുക്കിതിലേക്ക് വേണ്ട റൈസ് വേവിച്ചെടുക്കാം. ഒരു പാത്രത്തിൽ റൈസ് വേവിച്ചെടുക്കാനുള്ള വെള്ളം വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പൂടെ ചേർത്ത് കൊടുക്കാം. നമുക്കിതിലേക്ക് വേണ്ട റൈസ് ഞാൻ ഒന്ന് വേവിച്ച് ഊറ്റിയെടുത്തിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിലും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. പിന്നെ അടുത്തതായിട്ട് ഇതിലേക്ക് ഒരു ചെറുനാരങ്ങൻ്റെ നീരോടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഇതിൻ്റെ പകുതിയാണ് ചേർക്കുന്നത്. ഇത് ഏകദേശം ഒരു വലിയ നാരങ്ങയാണ്. അപ്പോൾ അതിൻ്റെ ഒരു പകുതിയാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ചെറുതാണെന്നുണ്ടെങ്കിൽ ഒരു നാരങ്ങയുടെ നീര് ചേർത്ത് കൊടുക്കാം. അപ്പോൾ വെള്ളമൊക്കെ ഇതവിടെ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിലേക്ക് അരി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 1 കിലോ സെല്ല ബസ്മതി റൈസാണ് എടുത്തിട്ടുള്ളത്. അത് ഞാനൊരു 1/2 മണിക്കൂർ മുന്നേ ഒന്ന് സോക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഈ മന്തി ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അരി ചൂസ് ചെയ്യുമ്പോൾ സെല്ല ബസ്മതി റൈസാണ് നമ്മൾ മന്തിക്ക് വേണ്ടിയിട്ട് എടുക്കുന്നത്. അതാകുമ്പോൾ കറക്റ്റ് ടെക്സ്ചറിൽ നമുക്ക് കിട്ടും. നിങ്ങൾക്ക് വേണമെങ്കിൽ സാധാ ബസ്മതി റൈസ് വെച്ചിട്ടും ചെയ്യാം. പക്ഷേ ഇത് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഇതാണ് ഏറ്റവും ബെസ്റ്റ്. എന്നിട്ട് നമുക്ക് ഈ അരി ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇത് ഏകദേശം ഒരു 50% നമ്മൾ മന്തി ഉണ്ടാക്കിയെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ അരി വേവിക്കുമ്പോൾ 50% മാത്രമേ നമ്മൾ ഈ അരി കുക്ക് ചെയ്തെടുക്കുന്നുള്ളൂ. ബാക്കി നമ്മൾ ഇതിൽ ചിക്കൻ്റെ കൂടെ ദമ്മിട്ടിട്ടാണ്, സ്റ്റീം ചെയ്തിട്ടാണ് നമ്മളിത് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ ഒന്നിങ്ങനെ കൈ വെച്ചൊന്നിങ്ങനെ പൊട്ടിച്ച് നോക്കുമ്പോൾ ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്നിങ്ങനെ ഒടിയുന്ന രീതിയിൽ മാത്രം നമ്മൾ കുക്ക് ചെയ്തെടുത്താൽ മതി. ഇപ്പോൾ നമ്മൾ ചിക്കൻ മാരിനേറ്റ് ചെയ്തിട്ടുള്ള ഈ ഒരു പാത്രത്തിലേക്ക് നമുക്ക് ഈ അരി വേവിച്ചൂറ്റി വെച്ചിട്ടുള്ള ഈ അരി ഒന്ന് നിരത്തി കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ചിക്കനിലൊക്കെ നന്നായിട്ട് മസാല ഒക്കെ പിടിച്ചിട്ടുണ്ടാവും. നമ്മൾ ചേർത്ത് കൊടുത്ത ഓയിലും ആ മാഗി ക്യൂബ്സിൻ്റെ ഒക്കെ നല്ലൊരു ഫ്ലേവർ ചിക്കനിലൊക്കെ വന്നിട്ടുണ്ടാവും. എന്നിട്ട് നമുക്ക് അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള അരി മൊത്തത്തിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം, മൊത്തത്തിൽ നിരത്തി കൊടുക്കാം.
നമ്മൾ അരി വേവിക്കുമ്പോൾ നമ്മൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട അതിൻ്റെ വേവ് കൂടി പോകാതിരിക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ ഞാൻ ഇതിൽ കുറച്ചൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് കുറച്ച് ഫുഡ് കളർ കൂടെ ചേർക്കുന്നുണ്ട്. കുറച്ച് റെഡ് ഫുഡ് കളർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചേർത്താൽ മതി. എന്നിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് ഒരു 4-5 പച്ചമുളക് കൂടെ ഇങ്ങനെ ഒന്ന് കുത്തി വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ റൈസൊക്കെ ഒന്ന് വെന്ത് വരുമ്പോൾ ഈ പച്ചമുളകൊക്കെ കുക്കായി വരും. അപ്പോൾ നല്ലൊരു ഫ്ലേവറാണ്. അപ്പോൾ ഇതുപോലെ 4-5 പച്ചമുളകൊന്ന് നിരത്തി വെച്ചിട്ട് ഒന്ന് ക്ലോസ് ചെയ്ത് നമുക്കിത് ഒരു 40 മിനിറ്റാണ് ഞാനിപ്പോൾ ഇത് ലോ ഫ്ലെയിമിലിട്ടിട്ട് കുക്ക് ചെയ്തെടുക്കുന്നത്. കറക്റ്റ് 40 മിനിറ്റ് ആകുമ്പോൾ തന്നെ ചിക്കനൊക്കെ നന്നായിട്ട് കുക്കായിട്ടുണ്ടാവും. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഇനി നമുക്ക് വേവിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ ചിക്കൻ മന്തി ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം 40 മിനിറ്റ് ആയി. അപ്പോൾ നന്നായിട്ട് സ്റ്റീമായി വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഇതുപോലത്തെ ഒരു പാത്രത്തിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് എന്നിട്ട് ഒരു ചാർക്കോള് കത്തിച്ചെടുത്തിട്ട് അതുകൂടെ നമ്മൾ ഇതിലേക്ക് ഇടുന്നുണ്ട്. നല്ലൊരു സ്മോക്കി എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്, നമ്മുടെ റൈസിനൊക്കെ ആ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് ഏകദേശം ഒരു 10 മിനിറ്റോളം വെച്ചാൽ മതി. ഇപ്പോൾ നമ്മുടെ റൈസ് ഇവിടെ നന്നായിട്ട് ഇപ്പോൾ ആ സ്മോക്കൊക്കെ പോയിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ റൈസിൽ നിന്ന് നമുക്ക് ഈ ഒരു ചാർക്കോൾ എടുത്ത് മാറ്റാം. എന്നിട്ട് ഒരു ഫോർക്ക് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഫസ്റ്റ് തന്നെ നമ്മൾ ഫോർക്ക് വെച്ചിട്ട് മിക്സ് ചെയ്യണം നല്ലത്. അപ്പോൾ നമ്മുടെ റൈസ് ഒന്നും അങ്ങനെ ഉടഞ്ഞു പോവാതെ മുറിഞ്ഞു പോവാതൊക്കെ നല്ല രീതിയിൽ കിട്ടും. ഇപ്പോൾ കണ്ട നമ്മൾ നേരത്തെ കുത്തി വെച്ചിട്ടുള്ള പച്ചമുളകൊക്കെ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ആ ഒരു സ്റ്റീമിൽ ഇരുന്നിട്ട് തന്നെ കുക്കായി വന്നിട്ടുണ്ട്. റൈസൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് ഇപ്പോൾ നന്നായിട്ട് കുക്കായി. ബാക്കി 50% ഇപ്പോൾ ആ റൈസും ചിക്കനും ഒക്കെ കൂടെയാണ് കുക്കായി വന്നിട്ടുള്ളത്. ഇനി നമുക്കിതിൽ നിന്ന് ചിക്കൻ ഓരോന്നായി എടുത്ത് മാറ്റാം. കണ്ടോ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ചിക്കനും നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഞാനിപ്പോൾ ഇതിൽ നിന്ന് റൈസിൽ നിന്ന് ആദ്യം ചിക്കനൊക്കെ എടുത്ത് മാറ്റുന്നുണ്ട്, ഒന്ന് മിക്സ് ചെയ്യാനുള്ളൊരു എളുപ്പത്തിന് വേണ്ടിയിട്ട്. നമുക്ക് വേറൊരു പ്ലേറ്റിലേക്ക് ചിക്കനൊക്കെ ഒന്ന് മാറ്റിയെടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ ഇപ്പോൾ തന്നെ നല്ലൊരു സ്മെല്ലാണ് നമ്മുടെ ഈ ഒരു റൈസിന് വരുന്നത്. ആ ഓയിലിൻ്റെ ആ ഫ്ലേവറിൻ്റെ എല്ലാം കൂടെ കൂടിയിട്ട് നല്ല 100% നല്ല ഹോട്ടലിലൊക്കെ കിട്ടുന്ന പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു മന്തിൻ്റെ ടേസ്റ്റ് തന്നെയാണിത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, എല്ലാവർക്കും ഇഷ്ടമാവും. നമ്മൾ വീട്ടിൽ തന്നെ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള മന്തി ഉണ്ടാക്കിയെടുക്കാം. അതേ ടേസ്റ്റിൽ നമുക്ക് റെസ്റ്റോറൻറ്റിലൊന്നും പോകേണ്ട ആവശ്യമില്ല. നമുക്കിനി ഇതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ ഞാനിപ്പോൾ ഇതിൻ്റെ കൂടെ മിൻറ്റ് ചട്നിയും പിന്നെ അതുപോലെ തന്നെ മയോണൈസുമാണ് സെർവ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, എല്ലാവർക്കും ഇഷ്ടമാവും, കുട്ടികൾക്കും എല്ലാവർക്കും ഇഷ്ടമാവും. നമുക്ക് ഇപ്പോൾ പുറത്ത് കടയിൽ നിന്നൊന്നും പോയി വാങ്ങേണ്ട ആവശ്യമില്ല. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഫ്രണ്ട്സും ഫാമിലിയും ഒക്കെ ആയിട്ട് ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.